യുവവാണി. നമസ്കാരം. യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യുവവാണിയിൽ ഇന്ന് യു ടേൺ. ഇന്നീ പരിപാടിയിൽ യുവ എഴുത്തുകാരൻ അക്വിൽ എം അജുവുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കേൾക്കാം. യുവവാണിയുടെ യു ടേണിന്റെ ഈ അധ്യായത്തിൽ കൂടെയുള്ളത് യുവ എഴുത്തുകാരനായ അക്വിൽ എം അജു. നമസ്കാരം അക്വിൽ. നമസ്കാരം. പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഒരു പുസ്തകം അക്വിൽ എഴുതി അല്ലേ? അതെ. അതിന്റെ പേര് ദ സ്ട്രിങ്ഡ് അല്ലേ? അതെ. സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പല ജോണറിൽ എഴുതുന്നുണ്ട്. എന്താണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സ്പെസിഫിക് ഹൊറർ എന്ന് പറഞ്ഞുള്ള ഒരു തീമിൽ എഴുതാൻ അങ്ങനെ ഒരു പ്രേരണ അല്ലെങ്കിൽ പ്രചോദനം എങ്ങനെയാണ് കിട്ടിയത്? അത് ഹൊറർ എന്നുള്ള ഒരു കാറ്റഗറി എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഹൊറർ സിനിമകളുടെ ആയിരുന്നു പൊതുവേ. എനിക്ക് ചെറിയ പ്രായം തൊട്ടേ കൂടുതലും ഹൊററിൽ ആയിരുന്നു എൻ്റെ ഒരു താളം എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ കുട്ടികളെ നമ്മളിങ്ങനെ കാണിക്കുമല്ലോ, അല്ലെങ്കിൽ സിനിമകളൊക്കെ. അപ്പോൾ മോൻ ഈ പേടിപ്പെടുന്ന ഹൊറർ എന്ന് വെച്ചാൽ നമുക്കറിയാം പേടിപ്പെടുത്തുന്ന കാര്യം, അതിനെ മോൻ എങ്ങനെയാണ് നോക്കി കണ്ടത്? ഞാൻ ഈ ഹൊറർ പടങ്ങൾ കണ്ട് തുടങ്ങുന്ന കാലം തൊട്ടേ എങ്ങനെയാണ് ഈ ഹൊറർ ഈ സ്ക്രീനിൽ വരിക എന്നതിനെക്കുറിച്ചായിരുന്നു ഞാൻ കൂടുതൽ അന്ന് ആകാംക്ഷയായിട്ട് കണ്ണുകളിൽ നോക്കി നിന്നത്. അപ്പോൾ ആ ഹൊററിൽ ആ ഒരു ജംപ് സ്കെയർ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് സ്ക്രീനിൽ കൂടെ അത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി, ആ ഒരു പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ആ ക്യാരക്ടർ അവിടെ വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു സിനിമയെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് റിയലൈസ് ചെയ്യില്ല നമ്മൾ, മീൻസ് ആ ഒരു ഏജ് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഹൊറർ പടം കാണുന്നത് 2nd സ്റ്റാൻഡേർഡിലാണ്. അച്ഛൻ വഴിയായിരുന്നു ആദ്യമായിട്ട് ഹൊറർ പടം കാണാൻ ഒരു അവസരം കിട്ടിയത്. അന്ന് ഞാൻ കണ്ട പടം ദ കോൺജ്യൂറിങ് ആയിരുന്നു. അന്ന് തൊട്ടായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടോ എനിക്ക് ഹൊററിലേക്ക് വീണ്ടും ഒന്ന് ആകാംക്ഷപൂർവ്വം ഒന്ന് കടക്കണം എന്നെനിക്ക് ഒരുപാട് ആകാംക്ഷയായിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ. പിന്നെ ഈ എഴുത്തിൽ ഇപ്പോൾ ഇതിങ്ങനെ കാണുന്നു അല്ലെങ്കിൽ സ്ക്രീനിൽ എങ്ങനെ വരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. പിന്നെ ഇതൊരു പുസ്തക രൂപേണ എഴുത്ത് എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് കുട്ടികളിൽ എനിക്ക് തോന്നുന്നു പലരും പറയാറുണ്ട്, ഇപ്പോഴത്തെ കുട്ടികളുടെ എഴുത്ത് കുറയുന്നു അല്ലെങ്കിൽ വായന കുറയുന്നു എന്നൊക്കെ അഭിപ്രായപ്പെടാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എഴുതണമെന്നുള്ള ആ ഒരു പ്രചോദനം തന്നത് ആരായിരുന്നു? പ്രചോദനം തന്നത് ഞാൻ തന്നെയായിരുന്നു. ആദ്യം എഴുത്ത് എന്നിൽ കൂടെ തന്നെ ആയിരുന്നു ഞാൻ സൃഷ്ടിച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാരൻസ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ അപ്പോൾ എഴുതിയ സംഭവങ്ങൾ. അപ്പോൾ ജസ്റ്റ് അതൊരു തുടക്കം മാത്രമായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ. പിന്നെ അതിനെ ഒരു വെള്ളമൊക്കെ നനച്ച് വളർത്തിയെടുത്തത് എൻ്റെ പാരൻസാണ്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുമാണ്. എന്നെ സ്കൂളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഹൊറർ കഥകൾ. 5th ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ ഒരു ബുക്ക് ആയിട്ട് എഴുതുന്നത്, ഹൊറർ കഥകൾ. അപ്പോൾ അവരായിരുന്നു എനിക്ക് അതിന് വേണ്ടിയുള്ള വളവും അതേപോലെ തന്നെ ആ ഒരു സൺലൈറ്റും വാട്ടറും എല്ലാം പാരൻസും അതേപോലെ ഫ്രണ്ട്സും ആയിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു ഷോർട്ടായിട്ടൊരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം. The Stringed. It was a cold, windy night. Jacob had already finished his dinner, waved his parents good night, and was ready to go to bed. A few minutes later, after he was asleep, something was blurring. His present situation was dividing into a situation which seemed unreal. Jacob was in a dream world, but not just any ordinary dream, the dream which haunts him till now. The dream sends terror down his spine. On October 25th, Jacob experienced his first horrifying dream. The night was colder than usual, as the rain was pouring heavily down, accompanied by thunder and lightning. Piercing through his head, the sounds of thunder came into his dream. In the dream, Jacob was in an abandoned house. Outside, the rain was pouring heavily, just like in the present world. Inside the old, dusty house, there was an eerie light, which was from the broken windows. From upstairs, lightning and the moon's flash of light could be seen. But aside from all that, the one he observed the most was the shadow casting down the broken window in the presence of light.
from the moon. As he observed the shadowy figure, he could describe it as a man. No, it was not a man. It changed, and now it was a tall figure with no human features. അന്താരാഷ്ട്ര ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്ത് അതുപോലെ റഷ്യയിൽ പോന്നു ആദ്യമായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺടെസ്റ്റിനെ പറ്റി അറിയുന്നത് എങ്ങനെയാണ്? റഷ്യൻ ഹൗസ് മുഖേന്ദ്രമായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. റഷ്യൻ ഹൗസിൽ ഇൻഡോ റഷ്യൻ സ്റ്റുഡൻസ് ക്ലബ് മെമ്പറാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ആക്ടിവിറ്റീസ് ധാരാളമുണ്ട്. റഷ്യ ലിറ്ററേച്ചർ, അതേപോലെ തന്നെ റഷ്യനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, നമുക്ക് റഷ്യയുടെ ആ ഒരു സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, റഷ്യയുടെ ആ ഒരു കൾച്ചറൽ വൈബുകൾ, അതെല്ലാം റഷ്യൻ ഹൗസ് പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ട്രഡീഷൻസ്, അവിടുത്തെ കസ്റ്റംസ്, അങ്ങനെ ധാരാളമായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈവൻ റഷ്യയുടെ വിക്ടറി ഡേ റഷ്യൻ ഹൗസിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റഷ്യൻ ഹൗസിലെ മെമ്പേഴ്സിന് വേണ്ടി കണ്ടക്ട് ചെയ്ത ഇൻ്റർനാഷണൽ കോൺടെസ്റ്റ് ആണ്. അപ്പോൾ റഷ്യൻ ഹൗസ് വഴിയാണ് ഞാൻ ഈ ഒരു കോൺടെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. ആ കോൺടെസ്റ്റിന്റെ പേരൊന്ന് പറയുമോ? പീപ്പിൾ ഓഫ് ആർടെക് ഇൻ്റർനാഷണൽ കോൺടെസ്റ്റ് ആണ്. അതിന്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് സ്റ്റുഡൻസിനെ? ഇതിപ്പോൾ ഒരു 5 റൗണ്ടുകളുണ്ട്. അവരുടെ ക്യാമ്പ് ഉണ്ടല്ലോ, ആർടെക് എന്നുള്ള ഒരു ക്യാമ്പിനെ പറ്റി എൻ്റെ ഒരു പ്രോജക്റ്റ് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ പ്രീവിയസ്ലി പോയ ഒരു ആർടെക് ഹീറോയിനെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കയ്യിൽ പകർത്തുക, എഴുതി പകർത്തുക എന്നുള്ളൊരു ടാസ്കും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ ഈ റഷ്യനിലെ കൾച്ചറലായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് പുറത്തു പോവാണ്, അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതെ, എൻ്റെ ആദ്യ ഫ്ലൈറ്റ് യാത്രയും കൂടെ ആദ്യത്തെ ആയിരുന്നു. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഒരു നല്ലൊരു എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ പോയിട്ട് എങ്ങനെയായിരുന്നു അവിടുത്തെ ആ ഒരു ക്യാമ്പിന്റെ വിവരങ്ങൾ കൂടുതലായിട്ട് പറയാമോ? കാരണം ഇത് കേൾക്കുന്ന കൂട്ടുകാർക്കും ചിലപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഇത് പോകാൻ താല്പര്യം കാണും, അല്ലെങ്കിൽ റഷ്യയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവും. ആദ്യം ഇറങ്ങിയത് മോസ്കോയിലാണ്. മോസ്കോ ഷെർമിറ്റീവ് എയർപോർട്ടിലായിരുന്നു. അവിടെ മോസ്കോയിൽ ആ ഒരു നേച്ചറിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എന്നെ ഗ്രീറ്റ് ചെയ്തത് അവിടുത്തെ ആളുകൾ. അതേപോലെ തന്നെ അവിടുത്തെ ഒരു വാം എയർ ഉണ്ട്. റഷ്യ ഒരു മോസ്കോയിൻ്റെ ആ ഒരു, നമുക്ക് അവിടുത്തെ ഒരു ഭംഗി നമ്മളുടെ കണ്ണിലേക്ക് പകർന്ന് നൽകുന്ന രീതിയിലുള്ളൊരു കാറ്റുണ്ട് അവിടെ. അപ്പം അതെല്ലാം നല്ല വെൽക്കമിങ് ആയിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ പീപ്പിൾ എല്ലാവരും നല്ല വെൽക്കമിങ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ആദ്യമായിട്ട് നമ്മുടെ കൾച്ചർ അവിടെ എടുത്ത് വെക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ റഷ്യയിലാണ് വന്നത്. വെറും റഷ്യ മാത്രമല്ല, ഇന്ത്യനെ റഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒരു ബോണ്ടും കൂടെ ആ ഒരു കാറ്റിനുണ്ട്, ആ ഒരു സ്ട്രെങ്ത്തും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ റഷ്യയിൽ വന്ന സമയത്ത് ഞങ്ങൾ റഷ്യയിൽ വന്നതുപോലെ അല്ലായിരുന്നു, ഇന്ത്യയുടെ തന്നെ ഒരു അടുത്ത ചങ്ങാതിയുടെ അടുത്ത് വന്നതുപോലെ ആയിരുന്നു. ബാക്കിയുള്ള ക്യാമ്പിലെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ക്യാമ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രൈമിയയിലാണ്. ബ്ലാക്ക് സീ കോസ്റ്റിൻ്റെ ഒരു മിഡിലായിട്ടാണ് ക്യാമ്പ് വരുന്നത്. അതേപോലെ തന്നെ ക്രൈമിയൻ പെനിൻസുലയുണ്ട് ക്യാമ്പിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ക്യാമ്പ് വളരെ സെറീനായിട്ടുള്ളൊരു പ്ലേസിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു, നമ്മൾ മോസ്കോയിൽ നിന്ന് ക്യാമ്പിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഊർജ്ജം വേറെയാണ്. മോസ്കോയിലും വേറെയാണ്, ക്രൈമിയയിലും വേറെയാണ്. ആ ക്യാമ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ബ്ലാക്ക് സീ കോസ്റ്റ് എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ മാന്ത്രികതയിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഒരു തീരമാണ് ബ്ലാക്ക് സീ കോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ ഞാൻ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് മീഡിയ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ റഷ്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അവിടുത്തെ ഗ്രേറ്റ് ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനൊരു അവസരം ലഭിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. അതേപോലെ തന്നെ ക്യാമ്പ് എക്സ്പ്ലോർ ചെയ്യുക, ക്യാമ്പിൻ്റെ പ്രകൃതി ഭംഗി കൂടുതൽ മണത്തറിയുക. അവിടുത്തെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അവിടുത്തെ പൂക്കളും അതേപോലെ തന്നെ രാത്രിയാകുമ്പോൾ അവിടുത്തെ നക്ഷത്രങ്ങളിൽ നിന്നും ഒരു സുഗന്ധം വരും. അവിടെ എത്തുമ്പോഴാണ് അത് നമുക്ക് അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാവുന്നത്. ആ ഒരു രീതിയിലായിരുന്നു ആ ക്യാമ്പ്. അവർ നല്ല രീതിയിൽ തന്നെയായിരുന്നു ക്യാമ്പ് വെൽക്കമിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണലി കുട്ടികളെ എല്ലാം അവിടെ ഒരുമിപ്പിച്ച് നല്ലൊരു ഫോസ്റ്ററിങ് ആണ്. ക്യാമ്പിൻ്റെ മോട്ടോയും അതാണ്, ഇൻ്റർനാഷണൽ ലവ് ആൻഡ് കോഓപ്പറേഷൻ. അവിടുത്തെ പ്രകൃതി ഭംഗിയെ പറ്റി ഇപ്പം അക്വിലിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഏതാണ്ടൊരു ചിത്രം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, അങ്ങനെ കാണാനൊക്കെ സാധിച്ചോ? തീർച്ചയായിട്ടും, കാണാൻ മാത്രമല്ല അതിലൊരു ഭാഗമാവാനും സാധിച്ചു. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാമോ? അതെ, ഞങ്ങളുടെ മീഡിയ ഗ്രൂപ്പും കൂടെ ആയതുകൊണ്ട് ഈ ഡാൻസസിനും സോങ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ പെർഫോം ചെയ്യുന്ന ഡാൻസുകളും അതേപോലെ തന്നെ പാട്ടുകളും ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ റഷ്യൻ ഭാഷയിൽ പാട്ട് പാടാൻ സാധിച്ചു. അത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ പോയിട്ട് പാട്ട് പാടിയ കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് റഷ്യൻ ഭാഷയിൽ എങ്ങനെയാണ് വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ദോബ്രേ വീച്ചർ മൊയ് ദ്രുഗിയ ദ്രുസിയ. ക്യാമ്പിൽ ഒരുപാട് കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട് അല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ റഷ്യയിൽ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ പുതിയൊരു രാജ്യത്ത് പോകുന്നു, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബോണ്ട്
അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ സാധാരണഗതിയിൽ ലാംഗ്വേജ് ആളുകളെ ഇങ്ങനെ ലിങ്ക് ചെയ്യും അല്ലെ? എവിടെയെങ്കിലും ചെന്നാൽ ഓക്കെ മലയാളം അല്ലെങ്കിൽ ഒരു ഭാഷ വെച്ചിട്ട് ലിങ്ക് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ പുതിയൊരു ലാംഗ്വേജ് ഉള്ളവരാണ്, വ്യത്യസ്തമായ കൾച്ചറുള്ള ആളുകളാണ്. അപ്പോൾ അവരുമായിട്ട് എങ്ങനെയായിരുന്നു ആ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് അവസാനം നിങ്ങൾ ക്യാമ്പിൽ നിന്ന് പിരിയുമ്പോൾ ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ നിന്ന് 3 പേരായിരുന്നു സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. 3 പേരും കേരളത്തിൽ നിന്ന് തന്നെ ആയിരുന്നു. 4ാമത് ഒരാളുണ്ടായിരുന്നു പഞ്ചാബിൽ നിന്ന്, പക്ഷേ അവസാന നിമിഷം എന്തോ ബാക്കൗട്ട് ആയതാണ്. പിന്നെ അവിടെ പറഞ്ഞതുപോലെ ഈ ഒരു ലാംഗ്വേജിൻ്റെ സംഭവം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതാണ്. സാധാരണ നമ്മൾ വേറെ കൺട്രീസിൽ പോകുമ്പോൾ പല കൺട്രീസിലും ഇംഗ്ലീഷിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ റഷ്യയിൽ ഞാൻ കണ്ടത് വളരെയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രംഗമാണ്. അവർ ഇംഗ്ലീഷിനെ കാട്ടിയും അവരുടെ മദർ ടങ് ആയിട്ടുള്ള റഷ്യനിലാണ് കൂടുതലും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അവരുടെ ഭാഷേനെ അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റഷ്യ എന്നുള്ള ഒരു ഭാഷയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത്. അതും പോരാൻ നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് അറിയാവുന്നവരും നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റഷ്യയിലായിരിക്കും. കാരണം അത്രത്തോളം അവർക്ക് ആ ഒരു ഇഷ്ടം ആ ഒരു റഷ്യൻ ലാംഗ്വേജിൻ്റെ അടുത്തുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഇഷ്ടം നമ്മളെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടങ്കിൽ നിന്നും ആ ഒരു ഭാഷ കേൾക്കണം എന്ന് അവർ അത്രത്തോളം ആകാംക്ഷ അവരുടെ മുന്നിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്നെ കൂടുതലും ആകർഷിച്ചിരുന്നു, റഷ്യൻ കൂടുതൽ പഠിക്കുക എന്നുള്ളത്. ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ റഷ്യൻ ലിറ്ററേച്ചർ കംപ്ലീറ്റ്ലി ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ ലാംഗ്വേജ്, അവിടുത്തെ സ്റ്റൈൽസ്, അവിടുത്തെ ട്രഡീഷൻസ്, അവിടുത്തെ കസ്റ്റംസ് എല്ലാം എനിക്ക് പഠിക്കണം എന്ന് ഒരുപാട് താല്പര്യമാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ കൂടെ അത് വ്യക്തമാണ് നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അത്രത്തോളം ആ ഒരു രീതിയിലാണ് നമ്മളെടുത്ത് ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വി സീം ലൈക്ക് വി ആർ വൺ ഓഫ് ദം. നമ്മളും അവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയെ, നമ്മളുടെ ഒരു അനുജൻ അല്ലെങ്കിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്ത്, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർ നമ്മളുടെ അടുത്ത് റഷ്യയിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കൂടുതലും അവർ റഷ്യയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ റഷ്യൻ എനിക്ക് അധികം അറിയില്ല, ചില വേർഡ്സ് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും അവരുടെ മനസ്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു സ്പാർക്ക് അവരുടെ മദർ ടങ്കിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ നിന്ന്, അവരുടെ ചിരികളിൽ നിന്ന് എനിക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ക്യാമ്പും എല്ലാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. വീണ്ടും നമുക്ക് തിരിച്ച് എഴുത്തിലേക്ക് വരാം. എഴുത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു ഹൊറർ ആ ഒരു തീമിലാണ് ആദ്യത്തെ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇനി പുതിയ ഏതെങ്കിലും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ 2ാമത്തെ പുസ്തകം ഞാൻ എഴുതുന്നുണ്ട്. അതൊരു നോവലാണ്. ഫെദർ ഓൺ ദ പിയാനോ എന്നാണ് അതിൻ്റെ പേര്. അത് റൊമാൻറ്റിക് ജോണറാണ്. അപ്പോൾ ഈ ഹൊററിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് അല്ലേ? അതെ. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? നമ്മളെല്ലാ ജോണറിലേക്കും നമ്മുടെ കാൽച്ചുവടുകൾ എടുത്തു വെക്കണമല്ലോ. പക്ഷേ അതിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൽ ഈ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലേക്ക് എങ്ങനെയാണ് അക്വിൽ എത്തിപ്പെടുന്നത്? കാരണം കുട്ടികൾ അങ്ങനെ കൂടുതലായും ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ് പലപ്പോഴും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം എങ്ങനെയാണ് അഖിൽ സെറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 5ാം ക്ലാസ് തൊട്ടാണ് ഞാനിത് എഴുതി തുടങ്ങിയത് ആദ്യമായിട്ട്. അതിൻ്റെ തൊട്ട് മുന്നേ ഒരു ഹൊറർ ഫിലിംസ് കണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതണ്ടേന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു 2nd അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡിലായിരുന്നു തോന്നുന്നു, ജസ്റ്റ് റഫായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് ഈ എഴുത്തിലേക്ക് എനിക്ക് ചെറിയൊരു മോഹം ഉദിച്ചു വന്നായിരുന്നു. അതായിരുന്നു പിന്നെ 5th സ്റ്റാൻഡേർഡിൽ അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ എഴുത്തിലേക്ക് എങ്ങനെയാണ് ഒരു ഇഷ്ടം കടന്ന് ചെന്നെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഈ കഥകൾ മറ്റുള്ളവർക്ക്, എൻ്റെ പാരൻസിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പങ്കിടുമ്പോൾ അവർ തരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതൊരു പുഞ്ചിരി മാത്രമാകാം. അതാണ് എന്നെ കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് എനിക്ക് പേപ്പറിൽ കൂടുതൽ മഷി പകരാൻ വേണ്ടി എനിക്ക് ആ ഒരു എനർജി തരുന്നത്. പിന്നെ എഴുതുമ്പോൾ ഏത് സമയത്താണ് കൂടുതലും എഴുതാറ്? സമയം അതിനൊരു തടസ്സമല്ല. എനിക്ക് എഴുതാൻ കൂടുതൽ ഇഷ്ടം ഇമാജിനേഷനിൽ നിന്നൊരു കോള് വരുമ്പോഴാണ്. ഇമാജിനേഷനിൽ നിന്നൊരു കോള് വരും. കോള് വരുമ്പോൾ ഞാൻ എഴുതും. അതിന് പ്രത്യേകം വീട്ടിൽ തന്നെ ഏതെങ്കിലും റൂമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് എഴുതുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? കാരണം എഴുതുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അവരിങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഇരുന്ന് എഴുതുക അല്ലെങ്കിൽ ഒരു സമയത്ത് എഴുതുന്നത്, അതിനെപ്പറ്റി അക്വിലിനെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേസ് ഉണ്ടോ നമ്മുടെ വീട്ടിൽ? പ്ലേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്ലേസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു മറുപടി. എനിക്ക് ഒരു വ്യക്തിക്കും എഴുതാനൊരു പ്രത്യേകിച്ചൊരു പ്ലേസിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ആ ഒരു പ്ലേസിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മനസ്സിൽ അത് എഴുതിയിട്ടുണ്ടാവും. മനസ്സിന്റെ സഞ്ചാരത്തിനനുസരിച്ച് എഴുത്തങ്ങ് പോകും. അതെ, തീർച്ചയായിട്ടും. പല ഇഷ്ടങ്ങളിലൊരു കാര്യമാണ് ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ അക്വിലിന്റെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ സിനിമയിലെ ആ ഒരു മോഹം എന്താണെന്നും കൂടി ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ സ്വന്തം ഒരു ഫിലിം എഴുതി സംവിധാനം ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് ഏതെങ്കിലും റോൾ മോഡലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
മുന്നിൽ ഇപ്പോൾ ഉള്ള ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും അങ്ങനെ റോൾ മോഡൽസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് ആരെങ്കിലും മാറിയിട്ടുണ്ടോ അഖിലിന് മുന്നിൽ? എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എൻ്റെ ഫാദറാണ്. അച്ഛൻ തന്നെയാണ് ഏറ്റവും അച്ഛൻ വലിയ തന്നെയാണ്. മോട്ടിവേറ്റർ അല്ലേ? അതെ. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ എഴുതി സംവിധാനം ചെയ്ത് ജനങ്ങളിൽ എത്തിക്കണമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? കാരണം ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യണമെന്ന്, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ടൈം ലിമിറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇത്ര ടൈം പീരീഡിനുള്ളിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു മോഹത്തിന് കൂടുതൽ എനിക്ക് വേണ്ടി ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ അമ്മയാണ്. അച്ഛൻ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അച്ഛനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പുറകിലുണ്ട്, അതെൻ്റെ മദറാണ്. പിന്നെ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഗോൾ സെറ്റ് ചെയ്ത് ഒരു ലൈനിൽ കൂടെ പോകുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ലൈൻ തെറ്റിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ വരയ്ക്കുന്നത്. അതെ. ആ സ്ട്രെയിറ്റ് ലൈനിൽ ചില ഡോട്ടുകൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ വരണം എന്നില്ല. ചില ഡോട്ടുകൾ സ്കാറ്റർ ആയിട്ട് കിടപ്പുണ്ടാവും. ആ സ്കാറ്റർ ചെയ്ത ഡോട്ടുകളിൽ കൂടുതൽ അറിവ് ഈ സ്ട്രെയിറ്റ് ലൈനെ കാട്ടിയുമുണ്ടാവും. ആ സ്കാറ്റർ ചെയ്ത ഡോട്ട്സ് തേടി പോവുക, ആ ഡോട്ട്സിനെ അൺകവർ ചെയ്യുക, എന്താണ് ആ ഒരു ഡോട്ട്സിൻ്റെ മിസ്റ്ററി, ആ മിസ്റ്ററിയിൽ കൂടെ യാത്ര ചെയ്ത് ഗോളിലേക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ അഖിലിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഒരു യാത്ര പോലെയാണ് ഈ സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. പിന്നെ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഇങ്ങനെ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുമാണെങ്കിലും ശരി, എല്ലാം വളരെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ തന്നെയാണ് അഖിലിന് സംസാരിക്കാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷം അത് കേട്ടതിൽ. കാരണം അത് നമ്മൾ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതൊരു വ്യക്തതയുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് ഈ ഒരു ഏജിൽ ഇല്ലാത്ത ഒരു ക്ലാരിറ്റിയുടെ കുറവാണ്, പക്ഷെ അത് നല്ല ക്ലാരിറ്റിയോടെയാണ് ഇരിക്കുന്നത്. താങ്ക് യു. ഇപ്പം +2-നാണ് അല്ലേ? അതെ. അത് എവിടെയാണ് പഠിക്കുന്നത്? സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ, മുക്കോല. ഏത് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത്? ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഹ്യൂമാനിറ്റീസ് എടുത്തതിന്? ഹ്യൂമാനിറ്റീസിൽ എടുത്തതിലൊരു കാരണമുണ്ട്. എനിക്ക് ഹിസ്റ്ററി ധാരാളം ഇഷ്ടമാണ്. ഹിസ്റ്ററി കൂടുതൽ അറിയാൻ, ഇന്ത്യയുടെ ചരിത്രം കൂടുതൽ അറിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ എൻ്റെ ഡ്രീംസും അതേപോലെ തന്നെ അംബീഷൻസും എല്ലാം തേടിപ്പോകാനൊരു ടൈം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണല്ലോ. ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്തുകൊണ്ട് എനിക്ക് ഈ ഒരു രീതിയിലുള്ള ഫീൽഡിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ അഖിലിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ, ഇപ്പോൾ ഇങ്ങനെ ഇത്ര എഴുത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ, അങ്ങനെയുള്ള ഒരാളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ, എഴുതുന്ന ഒരു ദിവസം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ പല ദിവസമായിരിക്കും എഴുതുന്നത്, എന്നാൽ ഒരു ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഒരു ഡേ, അല്ലെങ്കിൽ എത്ര മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അത് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവും എന്ന് തോന്നുന്നു. ഞാൻ എണീക്കുന്ന കാര്യം ചോദിച്ചാൽ ഇത്തിരി വൈകിയാണ് എണീക്കാറ്. എന്നാലും രാത്രി കുറെ നേരം ഇരിക്കില്ലേ? കുറെ ഒരു 12 മണി വരെയൊക്കെ ഇരിക്കും. പിന്നെ എഴുത്തിന് അങ്ങനെ ടൈം ലിമിറ്റ് ഇല്ല. ഞാൻ പൊതുവേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷൻ എത്ര ആ ഒരു ടൈമിൽ, അത് എത്ര ടൈമെന്നൊന്നുമില്ല, നമ്മുടെ ഇമാജിനേഷൻ എത്ര കവർ ചെയ്യുമോ, ഒരു ദിവസം നമ്മുടെ ഇമാജിനേഷൻ എത്ര കവർ ചെയ്യുമോ അത്രയും പേപ്പറിലും കാണും. അത്രേ എഴുതും. അത്ര എഴുതും. എഴുതിയിട്ട് ഇതിനെ ഇപ്പം ഒരു ഡയറിയിലാണോ, എങ്ങനെയാണ് എഴുതി സൂക്ഷിക്കുന്നത്? ഇത് എൻ്റെ ഒരു നോട്ട്ബുക്കിലാണ്. പണ്ട് തൊട്ടേ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട്ബുക്കിൽ തന്നെയാണ് ഇപ്പോഴും എഴുതി. ഓരോ ത്രെഡുകളാണെങ്കിലും, ഓരോ സിനിമയുടെ ത്രെഡാണെങ്കിലും, ഓരോ സിനിമയുടെ ടൈറ്റിലാണെങ്കിലും, അതേപോലെ തന്നെ ഓരോ പാട്ടിൻ്റെ ടൈറ്റിലാണെങ്കിലും, ഇപ്പം ഞാൻ പാട്ടുകളും കൂടുതൽ എഴുതാറുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ലിറിക്സ്, അതേപോലെ തന്നെ പാട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും കോട്ട്സും എല്ലാം ഞാൻ ആ ഒരു നോട്ട്ബുക്കിലാണ് എഴുതി സൂക്ഷിക്കുന്നത്. ഡയറി അല്ല, ഒരു നോട്ട്ബുക്കാണത്. അല്ല, അപ്പോൾ അതാണ് എനിക്ക് ഉള്ള ഒരു സംശയം. ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ ത്രെഡ് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്കാണല്ലോ ഓരോ അതെ അതെ ഐഡിയ, അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം ഇതിനൊരു ഓർഡർ, അങ്ങനെ എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത്? ഇപ്പോൾ ഫിലിം ആകുമ്പോൾ, ഫിലിമിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇപ്പോൾ ടൈറ്റിൽ എഴുതി, നെക്സ്റ്റ് ഇപ്പോൾ സീക്വൻസ് ചിലപ്പോൾ മാറിയും തിരിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ മാറ്റി, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് പോകുന്നത്? സീക്വൻസുകൾ എനിക്ക് ആദ്യമേ എനിക്കൊരു ത്രെഡാണ് വരാറ്. പക്ഷേ എനിക്ക് എപ്പോൾ സ്പാർക്ക് വന്നാലും ഞാൻ ആ ഒരു നിമിഷം ഏതൊരു സാഹചര്യത്തിലാണ് എന്നുള്ളത് ഞാൻ ചിന്തിക്കില്ല. നമുക്ക് എന്ത് തോന്നിയാലും, അതാണ് മറ്റുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തൊരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് തോന്നിയാലും അത് ഏതൊരു സാഹചര്യമാണ് എന്ന് ഓർക്കരുത്. നമ്മളുടെ കയ്യിൽ എന്ത് ഒരു തുണ്ട് പേപ്പറാണെങ്കിൽ പോലും അപ്പോൾ തന്നെ അത് എഴുതി വെക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമുക്ക് പിന്നെ ഒരു പിറ്റേ ദിവസം നാളെ എഴുതാമെന്ന് വിചാരിച്ചാലും അത് നമുക്ക് മറന്നു പോകും. ആ ഒരു കിട്ടിയ ഒരു എസൻസിലായിരിക്കത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ടുമോറോ നാളെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ, ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു സെക്കൻഡിൽ തന്നെ അത് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എഴുതിയിട്ട് പിന്നും നമുക്കൊരു ചിന്ത വരാൻ സാധിക്കും. പക്ഷെ അത് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്താൽ നാളെ അത് എഴുതി കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ആവുകയാണ്. നമ്മൾ എഴുതിയിട്ട് ഇന്ന് അത് ആ ഒരു ചിന്ത ഉദിച്ചിട്ട് ഇന്ന് തന്നെ പോയി എഴുതിയാൽ ചിലപ്പോൾ അത് മാത്രമല്ല കുറച്ചും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കേരള നിയമസഭാ പുസ്തകമേളയിൽ പ്രോമിസസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സെഷനിൽ ഒരു അവസരം കിട്ടി. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഓരോ വട്ടവും എനിക്ക് പറയാനുള്ള, ഇത്രയും ചെറിയ പ്രായത്തിൽ ആ ഒരു വേദിയിൽ പോയി നിന്ന്
സംസാരിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം അവിടെ നിരവധി ആളുകളുടെ പുസ്തക പ്രകാശനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു വേദിയിൽ പോകാൻ പറ്റി, അതുപോലെ സംസാരിക്കാൻ പറ്റി, അതിനെക്കുറിച്ചൊന്ന് പറയാം. ലൈബ്രറിയിലേക്ക് ഒരു പേനയും ഒരു പുസ്തകവും നടന്നു വരുന്നു എന്ന് ചിന്തിക്കുക. ആ ഒരു രീതിയിൽ കൂടെ ആയിരുന്നു ഞാൻ ആ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് കടന്നെത്തിയിരുന്നത്. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ പൊതുജനങ്ങളുടെ അടുത്തുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ മുന്നേ എൻ്റെ പാരൻസിൻ്റെ മുന്നിലായിരുന്നു ഞാൻ ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും കോട്ട്സ് വരുവാണെങ്കിൽ പങ്കിടുക, ഫിലിമിൻ്റെ ത്രെഡുകൾ പങ്കിടുക. അങ്ങനെ ഇപ്പോൾ കൂടുതൽ ഡൈവേഴ്സായിട്ട് എനിക്ക് എൻ്റെ ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ജനങ്ങൾക്കൊരു മെസ്സേജ് നൽകുക, അതെല്ലാം എനിക്ക് സാധിച്ചത് ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഒരു തുണ്ട് പേപ്പറും പേനയും മാത്രമല്ല, അതിനെ ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡും കൂടെ ഉണ്ടായിരുന്നു. അതെൻ്റെ പാരൻസാണ്. ഓരോ വാചകത്തിൽ ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു ഭാഷ വളരെ കൃത്യമായിട്ട്, വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അക്വിലിന് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ കാണും. അവരോട് എന്താണ് പറയാനുള്ളത്? എഴുത്തിൻ്റെ ഈ മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് എന്താണ്? എഴുത്തിൻ്റെ മേഖല മാത്രമല്ല, അവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന സ്വപ്നങ്ങളിൽ കൂടെ അവർ പോലും അറിയാതെ നടക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച ആ ഒരു സ്വപ്നത്തിൽ കൂടെ പോകുന്നതിനെക്കാട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അൺസ്കാറ്റേഡ് ആയിട്ടുള്ള ഡോട്ട്സ് കാണും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിലും. ആ ഡോട്ട്സിലേക്ക് കയറി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ചില സമയത്ത് കേർവ്ഡ് ലൈൻസ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെങ്ത് തരുക നമ്മുടെ ഡ്രീംസിലേക്ക് എത്തിച്ചേരുവാൻ. അതുകൊണ്ട് എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ ഡ്രീംസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അത് വെയിറ്റ് ചെയ്യരുത്. ഇന്നാണ്, ഈ ഒരു മൊമെൻറ്റിലാണ് നിങ്ങൾക്ക് ഡ്രീംസ്, നിങ്ങളുടെ ആ ഒരു അംബീഷൻസ് പുറത്തെടുക്കാൻ ആഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ അത് എടുക്കുക. കാരണം നാളത്തെ ദിവസം വേറെ ആയിരിക്കും, ചിലപ്പോൾ ഇതിൽ നിന്നും വലുതായിരിക്കും വരുന്നത്. പക്ഷേ നാളെ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഒരിക്കലും ഇന്ന് അത് താഴ്ത്തി കളയാൻ പാടില്ല. ഇന്ന് ചെയ്യുക. ഡു ടുഡേ ലൈക്ക് യു ഹാവ് നോ ടുമോറോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സ്റ്റാർസിനെക്കാട്ടിയും അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യുക. കാരണം സ്റ്റാർസിനെ ഷൈൻ ചെയ്യാൻ കാട്ടിയും നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയും. കാരണം നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയും. ഇത് കേട്ട എല്ലാ കൂട്ടുകാർക്കും തന്നെ അങ്ങനെ അല്ലേ, സ്റ്റാറിനേക്കാൾ മനോഹരമായിട്ട് ഷൈൻ ചെയ്യാൻ സാധിക്കട്ടെ. വളരെ അർത്ഥവത്തായ ഒരു സംസാരവും ഒപ്പം തന്നെ വളരെ രസകരമായിട്ടാണ് നമ്മുടെ അത് അവർക്ക് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെയും പുഞ്ചിരിയിൽ തന്നെ ഉണ്ടല്ലോ, ഓരോ ആൾക്കാരുടെയും പുഞ്ചിരി വരെ സ്റ്റാർസിനെ കാട്ടിയും ബ്രൈറ്റാണ്. അപ്പോൾ ആ ഒരു പുഞ്ചിരിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കുമല്ലോ അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അവരുടെ ഡ്രീംസ്, അവരുടെ അംബീഷൻസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പുഞ്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും മുന്നേ നമ്മുടെ മനസ്സ് പുഞ്ചിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യുവ എഴുത്തുകാരനായ അക്വിൽ എം അജു പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ നിന്ന് മനോഹരമായിട്ട് ചിരിക്കാൻ സാധിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു മോട്ടിവേഷനായിട്ട് തീർച്ചയായിട്ടും മാറും അഖിലിന്റെ ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂ. അപ്പോൾ ഇന്ന് പഠനത്തിന്റെ ആ ഒരു തിരക്കിനിടയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് നമ്മളോടൊപ്പം ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ഇതുവരെ കേട്ടത് യുവ എഴുത്തുകാരൻ അക്വിൽ എം അജുവുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം അഞ്ജന ശ്രീ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം.